നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയുള്ള എഫ്ഐആറുകൾ പിൻവലിക്കുമെന്ന വാഗ്ദാനം കേന്ദ്ര സർക്കാർ ലംഘിച്ചതായി ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യവ്യാപകമായി വീണ്ടും ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്ന ഉറപ്പിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതെന്നും എന്നാൽ സർക്കാർ ഇപ്പോൾ തങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്നും CJP വക്താക്കൾ വ്യക്തമാക്കി. കരാർ ലംഘനം തുടരുകയാണെങ്കിൽ രാജ്യത്തെ തെരുവുകൾ വീണ്ടും യുവജന പ്രതിഷേധങ്ങളാൽ നിറയുമെന്ന് CJP താക്കീത് നൽകി. സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ അടിച്ചമർത്തൽ നടപടികൾ പാടില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. എന്നാൽ നിലവിലുള്ള എഫ്ഐആറുകളിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന് കോടതി വ്യക്തമാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെ വിട്ടയക്കാൻ നിർദ്ദേശമുണ്ടെങ്കിലും ഈ കോടതി ഉത്തരവ് സമരക്കാരെ വേട്ടയാടുവാനും വ്യക്തികളെ ദ്രോഹിക്കുവാനും സർക്കാർ ആയുധമാക്കുമെന്നാണ് CJP വക്താവ് സൗരവ് ദാസ് ആരോപിക്കുന്നത്. ജൂലൈ 25-ന് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾക്ക് വിരുദ്ധമാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് സൗരവ് ദാസ് വ്യക്തമാക്കി. പ്രതിഷേധക്കാർക്കെതിരെ നേരിട്ടോ അല്ലാതെയോ യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നും കേസുകൾ പിൻവലിക്കുമെന്നും അന്ന് സർക്കാർ പരസ്യമായി ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം മുഴുവൻ നടന്ന സമരം നിർത്തിവെച്ചത്. എന്നാൽ കോടതി ഉത്തരവിന്റെ മറവിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രവും ചേർന്ന് ഈ ഉറപ്പുകൾ രഹസ്യമായി ലംഘിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജൂൺ 20-ന് ജന്തർ മന്ദിറിൽ ആരംഭിച്ച പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടതായിരുന്നു. ജൂലൈ 20-ന് നടത്തിയ പാർലമെന്റ് മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ക്രൂരമായ ലാത്തിചാർജും കണ്ണീർ വാതകവും പൈലറ്റ് ഗണ്ണുകളും പ്രയോഗിച്ചിരുന്നു. തുടർന്ന് നടന്ന 2 റൗണ്ട് ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ ശനിയാഴ്ച ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനം രാജിവെച്ചതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. നീറ്റ് പേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഉടനടി നടപടി ഉണ്ടായില്ലെങ്കിൽ രാജ്യം വീണ്ടും ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പാണ് CJP നൽകുന്നത്.